So in this video, we are going to discuss about standard costing. Standard costing is a technique of costing which is used for cost control, cost reduction and for making various managerial decisions. അപ്പോൾ സാധാരണ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാറുള്ളത് ലാർജ് ഓർഗനൈസേഷൻസ് ഹു ആർ എൻഗേജ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ അവരാണ് സാധാരണ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് അപ്ലൈ ചെയ്യാറുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യണം, മുൻകൂട്ടി കണ്ടെത്തണം. നമ്മൾ ഇതൊക്കെയാണ് ഇന്ന കോസ്റ്റാണ് ഇതിനെ ഇൻകർ ചെയ്യാൻ പോകുന്നത്, ഇത്ര രൂപ ഇൻകർ ചെയ്യും, ഇതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രീ ഡിറ്റർമിൻ കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ആക്ച്വൽ ഓപ്പറേഷൻ നടത്തും. അപ്പോൾ ആക്ച്വൽ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദി ആക്ച്വൽ കോസ്റ്റ്. എന്നിട്ട് ഈ പ്രീ ഡിറ്റർമിൻ കോസ്റ്റിനെയും ആക്ച്വൽ കോസ്റ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പം രണ്ടും ഒരുപോലെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? വേരിയേഷൻ ഉണ്ടാവാം. വേരിയേഷൻ ഫേവറബിളും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അഡ്വേഴ്സ് വേരിയൻസും ആവാം. അപ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റീസൺ കണ്ടെത്തുക. അപ്പോൾ ആ പ്രോസസ്സിനെ പറയുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഇത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെക്നിക്കാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ഡിസിഷൻസ് എടുക്കാനും പ്രൈസ് ഫിക്സ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക്. അപ്പോൾ ആദ്യം ജസ്റ്റ് തിയറിയൊക്കെ ഒന്ന് പറയാം, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദെൻ വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് തിയറി ഒന്ന് പറഞ്ഞേക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത്, standard cost is a predetermined cost after taking into account all the factors affecting cost, and the standards may be used for measuring the efficiency of the department, cost centers or a കൺസേൺ. സാധാരണ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് പോലെ തന്നെയാണോ ആക്ച്വലി സംഭവിച്ചത്? ആക്ച്വലി അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയാം? വി ആർ എഫിഷ്യൻ്റ് എന്ന് പറയാം. അപ്പോൾ എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ഒരു യാർഡ് സ്റ്റിക്കായിട്ട് നമുക്ക് എന്തിനെ ഉപയോഗിക്കാം? സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ യൂസ് ചെയ്യാം. പിന്നീട് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? ഫസ്റ്റ് വി വിൽ പ്രിഡിറ്റർമിൻ ദി കോസ്റ്റ്. അത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദെൻ ദ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഷോ in detail how much each product should cost, produce and sell when the business is operating at a stated level of efficiency. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആദ്യം കോസ്റ്റ് പ്രീഡിറ്റർമിൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക. വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വേരിയൻസിനെ കണ്ടെത്തുക. പിന്നീട് വേരിയൻസിൻ്റെ റീസൺസും കണ്ടെത്തുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്നീ വാട്ട് യു മീൻ ബൈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ ജസ്റ്റ് പ്രീഡിറ്റർമിൻ കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുകയും വേണം. പിന്നീട് ഇതെന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് വി ഷുഡ് അനലൈസ് ദി വേരിയൻസ്. അപ്പോഴേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. പിന്നീട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന്. ഒരു യാർഡ് സ്റ്റിക്കാണ്, ഇപ്പോൾ ഒരു മെഷറിംഗ് ടൂളാണ്, നമ്മുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു യാർഡ് സ്റ്റിക്കാണ്. പിന്നീട് എന്ത് പറയാം? ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെക്കാട്ടി വളരെയധികം കൂടുതലാണ് നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാമല്ലോ നമുക്ക്. ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കമ്പാരിസൺ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല സ്റ്റാൻഡേർഡ് നമ്മുടെ കോസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ട്. പിന്നീട് ആപ്ലിക്കേഷൻ ഓഫ് ദി പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ടോപ്പ് ലെവലിലുള്ളവർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പാടുള്ളൂ. അവരാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. അവർക്ക് ടോപ്പ് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രമേ ആരിലെത്തിക്കാൻ പാടുള്ളൂ, നമ്മൾ ടോപ്പ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ അതിനും സഹായിക്കും. ഇപ്പോൾ ചെറിയ വേരിയൻസ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ ചെറിയൊരു വേരിയൻസേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടനെ കൊണ്ടുപോയി മാനേജ്മെൻറ്റ് ടോപ്പ് ലെവലിലൊന്നും അറിയിക്കേണ്ട കാര്യമില്ല. താഴെ ലെവലിൽ നിന്ന് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ഒരു ഹ്യൂജ് വേരിയൻസ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ആരെ അറിയിച്ചാൽ മതി? ടോപ്പ് ലെവലിനെ അറിയിച്ചാൽ മതി. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ പോസിബിൾ ആവും. കുഞ്ഞ് വേരിയൻസ് ഒക്കെ ഇഗ്നോർ ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കണം. സാധാരണ ചോദിക്കാറുണ്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ പഠിക്കാനുള്ളത് വേരിയൻസിനെ കുറിച്ചാണ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം കോസ്റ്റിനെ പ്രീഡിറ്റർമിൻ ചെയ്യുക, പിന്നീട് പ്രൊഡക്ഷന് മുന്നേ നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്ന, പിന്നീട് ആക്ച്വൽ
പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്ച്വൽ കോസ്റ്റ് കിട്ടും. ഈ ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് വേരിയൻസിനെ മനസ്സിലാക്കുന്നു. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മെയിൻലി 3 വേരിയൻസുകളാണ് സാധാരണ ഇവർ കണ്ടുപിടിക്കാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രോഫിറ്റ് വേരിയൻസ്. നമ്മൾ പ്രോഫിറ്റും എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അതായത് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിൽ കാണും. അതിനെ ഏത് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യും? ആക്ച്വൽ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കാറുണ്ട്. പിന്നീട് സെയിൽസ് വേരിയൻസ് ഉണ്ട്. സെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഇത്ര രൂപയുടെ സെയിൽസ് നടക്കും അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സിൻ്റെ സെയിൽസ് നടക്കും എന്നാണ് പ്രീഡിറ്റർമിൻ ചെയ്തത്. അത് തന്നെയാണോ ആക്ച്വലി സംഭവിച്ചതെന്ന് അനലൈസ് ചെയ്ത് നോക്കുക. പിന്നീട് കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ പ്രൊഡക്ഷനിൽ എന്തുണ്ട്? എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കുക. അത് മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സിലബസിൽ. അതായത് കോസ്റ്റ് വേരിയൻസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. മറ്റേതും അറിയേണ്ടതാണ്. ഇഫ് യു ആർ എ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് യു ഷുഡ് ബി ഫെമിലറൈസ്ഡ് വിത്ത് ഓൾ ദീസ് ആസ്പെക്ട്സ്. പക്ഷേ ഈ സിലബസിൽ എന്തുമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് വേരിയൻസ്. അപ്പോൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി എന്തൊക്കെ കോസ്റ്റാണ് സാധാരണ ഉണ്ടാവാറുള്ളത്? One is material cost, the other one is labor cost, and the other one is overhead. Material, labor and overhead. അപ്പോൾ ഈ മൂന്ന് കോസ്റ്റുകൾ നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്യും. പിന്നീട് എന്ത് കിട്ടും? നമുക്ക് പ്രൊഡക്ഷൻ കഴിയുന്ന ഉടനെ നമുക്ക് ഇതിൻ്റെ എല്ലാം ആക്ച്വൽ കോസ്റ്റ് കിട്ടും. ഈ പ്രീഡിറ്റർമിൻ കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് വേരിയൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, നോട്ട് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് കോസ്റ്റ് വേരിയൻസിൽ 3 ഉണ്ട്. ഒന്ന് മെറ്റീരിയൽ വേരിയൻസ് ഉണ്ട്, ലേബർ വേരിയൻസ് ഉണ്ട്, ഓവർഹെഡ്. കാരണം 3 കോസ്റ്റുകളല്ലേ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേരിയൻസ് കണ്ടെത്തുക. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതിലും ഏതിനെ മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള സിലബസിൽ മെറ്റീരിയൽ വേരിയൻസ് മാത്രമേ പറയുന്നുള്ളൂ. അതായത് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ ഒരു കോസ്റ്റ് മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതി ഈ ചാപ്റ്ററിൽ. ദാറ്റ് ഈസ് മെറ്റീരിയൽ വേരിയൻസ്. അതെന്താണെന്ന് ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആദ്യം കോസ്റ്റ് പ്രീഡിറ്റർമിൻ ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നമ്മളൊരു 200 ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് തീരുമാനിക്കും? അതിൻ്റെ പ്രീഡിറ്റർമിൻ കോസ്റ്റ്. വി വിൽ പ്രീഡിറ്റർമിൻ ഇറ്റ്സ് കോസ്റ്റ്. അപ്പോൾ എന്തൊക്കെ വേണ്ടി വരും? നമുക്കറിയാം. മെറ്റീരിയൽ വേണ്ടി വരും, ലേബർ വേണ്ടി വരും, ഓവർഹെഡ്സ് വേണ്ടി വരും. റൈറ്റ്. ഇനി 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നും ഫ്യൂച്ചേഴ്സ് കണ്ടീഷനിൽ നിന്നും എല്ലാം മനസ്സിലാക്കി 100 കിലോഗ്രാമോളം മെറ്റീരിയൽ വേണ്ടി വരും. എന്നിട്ട് ഈ മെറ്റീരിയൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാവുമെന്ന് അത് കറണ്ട് മാർക്കറ്റ് പ്രൈസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. ഈ പെർട്ടിക്കുലർ മെറ്റീരിയൽ 100 കിലോഗ്രാം വേണ്ടുന്ന മെറ്റീരിയൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ 3 രൂപ വെച്ചാവും 1 കിലോഗ്രാമിന്. ഓക്കെ. സോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഈ ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? 100 kg is needed and it can be purchased at the rate of rupees 3 per kg. അങ്ങനെ ടോട്ടൽ 300 രൂപയാവും മെറ്റീരിയലിന്. പിന്നീട് ലേബറിനോ? അപ്പോൾ ഇത് 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് 60 മണിക്കൂറോളം വർക്ക് ചെയ്യേണ്ടി വരും. 60 hours needed and we should pay them at the rate of rupees 2 per hour. 2 രൂപ വെച്ച് കൊടുക്കുകയും വേണം. അങ്ങനെ ലേബർ കോസ്റ്റ് എല്ലാം കൂടെ എത്ര രൂപയാവും? 120 rupees ആവും. പിന്നീട് ബാക്കിയുള്ള ഓവർഹെഡ്സ്, അതായത് റെൻറ്റ്, സൂപ്പർവൈസർ സാലറി, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമല്ലോ. ഓവർഹെഡ്സ് എല്ലാം കൂടെ 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 50 രൂപയാവും. ഇത് പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെ മനസ്സിലായ സാധാരണ ഇത്രയാണ് ഓവർഹെഡ്സ് ആവാറുള്ളതെന്ന്. ഓക്കെ. ആ ഒരു റേഷ്യോ എടുത്ത് വെച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര രൂപയാവും നമ്മൾ മനസ്സിലാക്കി? 470 രൂപയാവുമെന്ന്. ഓക്കെ. അതായത് ടോയ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ എസ്റ്റിമേറ്റ് ചെയ്തതാണ് ഇത്രയും കാര്യങ്ങൾ. മെറ്റീരിയൽ വേണം 100 കിലോഗ്രാം അറ്റ് ദ റേറ്റ് ഓഫ് 3 rupees ആക്കി ആ മെറ്റീരിയൽ വാങ്ങാൻ കിട്ടും നമുക്ക്. പിന്നീട് 60 മണിക്കൂർ ലേബർ അവേഴ്സ് വേണ്ടി വരും. അവർക്ക് 2 രൂപ വെച്ച് പേ ചെയ്യണം. പിന്നീട് ബാക്കിയുള്ള ഓവർഹെഡ്സ് എല്ലാം കൂടെ 50 രൂപ, അങ്ങനെ 470 രൂപയാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ കോസ്റ്റിൽ നിർത്താൻ ശ്രമിക്കണം ആക്ച്വൽ പ്രൊഡക്ഷനിൽ. അങ്ങനെ ആക്ച്വൽ പ്രൊഡക്ഷൻ നടന്നു. ആക്ച്വൽ പ്രൊഡക്ഷൻ നടക്കുമ്പോഴുള്ള ഇൻഫർമേഷനാണ്. 200 ടോയ് തന്നെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. 110 കിലോഗ്രാമാണ് ഉപയോഗിച്ചത്. നമ്മൾ എത്ര കിലോഗ്രാമാണ് ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്നത്? 100 kg ഉപയോഗിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പ്രൊഡക്ഷൻ സമയത്ത് എത്ര kg ഉപയോഗിക്കേണ്ടി വന്നു? 110 kg ഉപയോഗിക്കേണ്ടി വന്നു. അറ്റ് ദ റേറ്റ് ഓഫ് rupees. നമ്മൾ എസ്റ്റിമേറ്റ് റേറ്റ് പോലല്ല, ചിലപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊക്കെ ഉണ്ടായി, റേറ്റ് കൂടി കാണും. 1 കിലോഗ്രാമിന് എത്ര രൂപ വെച്ചായി? 3.20. അങ്ങനെ 352 രൂപയായി. 300 രൂപയിൽ നിർത്താമെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. നമുക്ക് എത്ര രൂപയായി? 352. പിന്നീട് ലേബർ നമ്മൾ 60 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എത്ര മണിക്കൂർ എടുക്കേണ്ടി വന്നു? 63 മണിക്കൂർ എടുക്കേണ്ടി വന്നു. റേറ്റിനും വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത റേറ്റ് തന്നെയാണ് അവർക്ക് കൊടുത്തത്. അങ്ങനെ 120
126 രൂപയായി. 120 രൂപ ആവുകയുള്ളൂ എന്ന് കരുതിയതാണ്. പക്ഷേ നമുക്ക് എത്ര രൂപ ഇൻകർ ചെയ്യേണ്ടി വന്നു? 126. ഓവർ ഹെഡ്സിൽ മാറ്റമൊന്നുമില്ല, 50 രൂപ തന്നെ ആയുള്ളൂ. അങ്ങനെ എത്രയായി? 528 റുപ്പീസ്. 470 രൂപ ആവുള്ളൂ എന്ന് പറഞ്ഞ് പ്രൊഡക്ഷന് നമ്മൾ എത്ര രൂപ ഇൻകർ ചെയ്യേണ്ടി വന്നു? 528 രൂപ ഇൻകർ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവിടെ വേരിയൻസ് ഉണ്ടല്ലോ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് 470 ആയിരുന്നു, ആക്ച്വൽ കോസ്റ്റ് എത്രയായി? 528. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ് വേരിയൻസ് കണ്ടുപിടിക്കുന്നത്, അനാലിസിസ് ഓഫ് വേരിയൻസ്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിച്ചിട്ടേ നമുക്ക് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേരിയൻസ് എത്ര രൂപയുണ്ടെന്ന് മനസ്സിലായി. എപ്പോഴും വേരിയൻസ് ചെയ്യുമ്പം സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വലിനെ എഴുതാൻ പാടുള്ളൂ, അല്ലാതെ തിരിച്ചെഴുതരുത്. ആൻസർ കിട്ടും, പക്ഷേ നമ്മൾ എഴുതേണ്ട രീതി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ, അല്ലാതെ ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് എന്ന് എഴുതാനേ പാടില്ല. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എത്രയും? 470 മൈനസ് ആക്ച്വൽ കോസ്റ്റ് 528. 470 മൈനസ് 528 എന്ന് പറഞ്ഞാൽ -58 ആണ്. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ അഡ്വേഴ്സ് എന്ന് എഴുതും. കോസ്റ്റ് കൂടുമല്ലേ, കോസ്റ്റ് കൂടുന്നത് അഡ്വേഴ്സ് ആണ്, നെഗറ്റീവ് ഇഫക്റ്റ് ആണ് തരുന്നത്, അതുകൊണ്ടാണ് അഡ്വേഴ്സ്. ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ഒന്നും എഴുതണമെന്നില്ല. ₹58 അഡ്വേഴ്സ് എന്ന് നിങ്ങൾ കാണിക്കണം, ബ്രാക്കറ്റിൽ എന്ന് കാണിച്ചാൽ മതി. ഇനി ഇതിനെ അനലൈസ് ചെയ്യണം. വേരിയൻസ് കണ്ടെത്തി, വേരിയൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഈ വേരിയൻസ് വന്നു എന്ന് അനലൈസ് ചെയ്യുമ്പോൾ അപ്പോൾ 3 റീസൺസാണ് മെയിനായിട്ട് വരാം. എന്തൊക്കെയാണ്? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആവാം, മെറ്റീരിയലിലുണ്ടായ വേരിയൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ലേബറിലുണ്ടായ വേരിയൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തിലുണ്ടായതാ? ഓവർ ഹെഡിലുണ്ടായ വേരിയൻസ്. അങ്ങനെയാണ് എത്ര രൂപ വേരിയൻസ് വന്നത്? 58 രൂപ. ഇതെങ്ങനെയൊക്കെ ഉണ്ടാവും? 58 രൂപ ഒന്നിൽ. അതാണ് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞത്. നമ്മൾ അനലൈസ് ചെയ്യാൻ പോകണം, എവിടെയാണ് ഈ വേരിയൻസ് സംഭവിച്ചത്? മെറ്റീരിയലിലാണോ ഈ വേരിയൻസ് സംഭവിച്ചത്? ലേബറിലാണോ ഓവർ ഹെഡിലാണോ എന്ന് ഇവിടെ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയാൽ മെറ്റീരിയലിൽ വേരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ലേബറിലും വേരിയൻസ് ഉണ്ടായിട്ടുണ്ട്. 120 എന്നാണ് കരുതിയിരുന്നത്, എത്രയായി? 126 പക്ഷേ ഓവർ ഹെഡ്സിൽ വേരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അത് ഇവിടുന്ന് തന്നെ മനസ്സിലായി, ഓവർ ഹെഡ് വേരിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി? മെറ്റീരിയലിലും ലേബറിലും ചെക്ക് ചെയ്യണം. നിങ്ങളുടെ സിലബസ് അനുസരിച്ച് എന്ത് മാത്രമേ പറയുന്നുള്ളൂ? നിങ്ങൾക്ക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന വേരിയൻസിനെ ചെക്ക് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ സിലബസിൽ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 2 ആസ്പെക്റ്റും ഇപ്പം നോക്കണ്ട. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ മെറ്റീരിയൽ വേരിയൻസ് ഉണ്ടായത്? 2 റീസൺസ് ഉണ്ടാവും. ഒന്നീ മെറ്റീരിയൽ പ്രൈസിലുണ്ടായ വേരിയൻസ്, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ യൂസേജിലുണ്ടായ വേരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ആവാം, അല്ലെങ്കിൽ യൂസേജ്. പ്രൈസ് എന്ന് പറയുന്നത് ഇതാണ്, 3 രൂപ പെർ kg എന്നല്ലേ വിചാരിച്ചിരുന്നത്, പക്ഷേ എത്ര രൂപയായി? 3 രൂപ 20 പൈസ പെർ kg ആയി. ഓക്കെ, അപ്പോൾ അതാണ് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈസ് വേരിയൻസ്. പ്രൈസിലുണ്ടായ വേരിയൻസ് ആവാം. ഈ എക്സാമ്പിൾ അനുസരിച്ച് പ്രൈസ് വേരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നീട് എന്തിലും ഉണ്ടാവാം? യൂസേജിലും ഉണ്ടാവാം. നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചു മെറ്റീരിയൽ യൂസേജിൽ, അതാണ് യൂസേജ് വേരിയൻസ്. 100 കിലോ അല്ലേ നമ്മൾ വിചാരിച്ചിരുന്നത് ഉപയോഗിക്കാവുള്ളതെന്ന്, പക്ഷെ നമ്മൾ എത്ര കിലോഗ്രാം ഉപയോഗിച്ചു? 110 കിലോഗ്രാം ഉപയോഗിച്ചു. അവിടെയും വേരിയൻസ് ഉണ്ട്. അതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. 2 രീതിയിൽ വരാം. എങ്ങനെയൊക്കെയാണ്? ഒന്നീ പ്രൈസിലുണ്ടാവുന്ന വേരിയൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ മെറ്റീരിയലിൻ്റെ യൂസേജ്. പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് റോ മെറ്റീരിയൽ. ഇവിടെ പ്രൈസ് പെർ kg ആണ്. യൂസേജ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. 100 കിലോഗ്രാം ഉപയോഗിക്കാമെന്ന് വിചാരിച്ച സ്ഥാനത്ത് നമ്മൾ 110 കിലോഗ്രാം ഉപയോഗിച്ചു. 100 ഉപയോഗിക്കാമെന്ന് വിചാരിച്ച സ്ഥാനത്ത് 100 തന്നെയാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ദർ ഇസ് നോ യൂസേജ് വേരിയൻസ്, അതായത് ക്വാണ്ടിറ്റിയിൽ ഒരു വേരിയൻസും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 2ഉം ഉണ്ടായിട്ടുണ്ട്. പ്രൈസ് വേരിയൻസും ഉണ്ടായിട്ടുണ്ട് ഈ എക്സാമ്പിൾ അനുസരിച്ച്, യൂസേജ് വേരിയൻസും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2ആണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നീട് യൂസേജ് വേരിയൻസിനെ വീണ്ടും ഞാൻ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, MMV എന്ന് എഴുതി, MYV എന്ന് എഴുതിയിട്ടുണ്ട്. MMV എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്, ഇത് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ യൂസേജിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ വരുന്ന കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഏത് വേരിയൻസ് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ? മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ അനുസരിച്ച് ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഏത് വരില്ല? മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. നേരെ മറിച്ച് നമ്മൾ ഈ ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 2 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് മെറ്റീരിയൽ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വേരിയൻസും കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും? മെറ്റീരിയൽ മിക്സ് വേരിയൻസും മെറ്റീരിയൽ ഈൽഡ് വേരിയൻസും. അത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്താണ്, യൂസേജ് വേരിയൻസ് എന്താണ് നോക്കാം. കാരണം ഈ എക്സാമ്പിൾ അനുസരിച്ച് ഏത് വേണ്ട? മിക്സ് വേരിയൻസും ഈൽഡും വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ആകെപ്പാടെ ഒരു ടൈപ്പ് ഓഫ് റോ മെറ്റീരിയലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ,
ഞാൻ പറഞ്ഞായിരുന്നു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാണ്? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് പെർ കെ ജി അല്ലെങ്കിൽ പ്രൈസ് പെർ ലിറ്റർ, പ്രൈസ് പെർ മീറ്റർ, നമ്മൾ എന്ത് റോ മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വിലയാണ്. ഓക്കെ, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. യൂസേജ് വേരിയൻസ് പറഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി, ആ ടോട്ടൽ പ്രൊഡക്ഷന് വേണ്ടി എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചു എന്നുള്ള വേരിയൻസാണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പോൾ ആദ്യം മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് പിന്നീട് എന്തിലോട്ട് പോകാം? മെറ്റീരിയൽ പ്രൈസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഞാൻ ആദ്യം ജസ്റ്റ് മുന്നേ ഞാനൊന്ന് പറഞ്ഞായിരുന്നു, മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഏത് കേസിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ആ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഒന്നിൽ കൂടുതൽ റോ മെറ്റീരിയൽ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിന് സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ അതില്ല. ആദ്യം അതില്ലാതെ നോക്കാം നമുക്ക്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റിൽ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഫോർമുല എന്താ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ തന്നിരുന്ന എക്സാമ്പിൾ അനുസരിച്ച് ഇതായിരുന്നു എക്സാമ്പിൾ. ഈ എക്സാമ്പിൾ അനുസരിച്ച് നോക്കേ, നമ്മൾ എത്ര കിലോഗ്രാമാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത്? 100 കിലോഗ്രാമാണ് വാങ്ങാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ. എത്ര രൂപ വെച്ച്? 3 രൂപ വെച്ച്. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. 100 kg 3 രൂപ വെച്ച് വാങ്ങാൻ തീരുമാനിച്ചു. ദിസ് ഇസ് നോൺ എസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ആക്ച്വൽ കോസ്റ്റ് എത്രയായി? നമ്മൾ 110 കിലോഗ്രാം വാങ്ങിച്ചു. എത്ര രൂപ വെച്ച്? 3.20 വെച്ച്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. SQ മീൻസ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. തന്നിരുന്ന എക്സാമ്പിൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉപയോഗിച്ചത്? ടോട്ടൽ ക്വാണ്ടിറ്റി യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ദാറ്റ് 200 ടോയ്സ്. 100 കിലോഗ്രാം അല്ലേ? അതാണ് പ്രീഡിറ്റർമിൻ ക്വാണ്ടിറ്റി. 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി 100 kg ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കെ ജി ഈസ് 3 rupees. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അത് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. ആക്ച്വൽ ക്വാണ്ടിറ്റി യഥാർത്ഥത്തിൽ ടോട്ടൽ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചു? 110 ഇൻറ്റു ആക്ച്വൽ പ്രൈസ് എത്രയായി? 3.20. അപ്പോൾ നമുക്ക് ഏത് വേരിയൻസ് കിട്ടും? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മീൻസ് പ്രീ ഡിറ്റർമിൻഡിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മറന്നേ പോവല്ല. പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തതിനെ ആക്ച്വൽ എന്നും പറയും. പ്രൊഡക്ഷനിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചത് അതിനെ ആക്ച്വൽ എന്ന് പറയും. അപ്പോൾ SQ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ പ്രീ ഡിറ്റർമിൻ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഫോർ പ്രൊഡ്യൂസിങ് 200 ടോയ്സ്. അപ്പോൾ SQ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലോട്ട് വരേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി. നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്ത് ടോട്ടൽ ക്വാണ്ടിറ്റി. ഇപ്പോൾ 200 ടോയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 200 ടോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വേണ്ടി വരും? അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ഡിറ്റർമിൻ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കണം. ചില മെറ്റീരിയൽ നമ്മൾ കിലോഗ്രാമിലായിരിക്കും മെഷർ ചെയ്യുന്നത്, ചില മെറ്റീരിയൽ ലിറ്ററിലായിരിക്കും മെഷർ ചെയ്യുന്നത്, ചില മെറ്റീരിയൽസ് നമ്മൾ മീറ്ററിലായിരിക്കും, ചിലത് ടണ്ണിലായിരിക്കും. അത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് പെർ കെ ജി. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഞാൻ തന്ന എക്സാമ്പിളിൽ മെറ്റീരിയലിനെ മെഷർ ചെയ്യുന്നത് കിലോഗ്രാമിലാണ്. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ കെ ജി. ലിറ്ററിലായിരുന്നെങ്കിലോ സ്റ്റാൻഡേർഡ് പ്രൈസ് ഫോർ 1 liter. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഇനി ഏതും വേണം? ആക്ച്വൽ ഇൻഫർമേഷനും വേണം. ഇവിടെ എന്താണ്? AQ മീൻസ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത് എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചു? നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 110 kg ആണ് അവർ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചത്. എത്ര ക്വാണ്ടിറ്റിയാണ് പ്രീഡിറ്റർമിൻ ചെയ്തത്? 100 ക്വാണ്ടിറ്റി. ഇനി ആക്ച്വൽ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ? ആക്ച്വൽ പ്രൈസ് പെർ കിലോഗ്രാം. കിലോഗ്രാമിലല്ലേ? അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ പ്രൈസ്. ലിറ്ററിലായിരുന്നെങ്കിൽ 1 ലിറ്ററിന് എത്ര രൂപ? മീറ്റർ ആയിരുന്നെങ്കിൽ 1 മീറ്ററിന് എത്ര രൂപ? അങ്ങനെ വേണം കൺസിഡർ ചെയ്യാനായിട്ട്. ഓക്കെ, ആക്ച്വൽ പ്രൈസ് എത്രയാണ്? 3.20. നമ്മൾ പ്രീഡിറ്റർമിൻ ചെയ്ത പ്രൈസ് എത്രയായിരുന്നു? 3 ആയിരുന്നു. ₹3 per kg. പക്ഷേ യഥാർത്ഥത്തിൽ വാങ്ങിയപ്പോൾ എത്ര രൂപയായി? 3.20. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടെത്തണമെങ്കിൽ വേണ്ടുന്ന ഇൻഫർമേഷൻ ഇതൊക്കെയാണ്. SQ എന്താണെന്നറിയണം, SP എന്താണെന്നറിയണം, AQ എന്താണെന്നറിയണം, AP എന്താണെന്നറിയണം.
ചില ക്വസ്റ്റ്യനിൽ ഇത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ തന്ന എക്സാമ്പിൾ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യനിൽ ഇത് ഡയറക്റ്റ്ലി തരണം എന്നില്ല. ഹിൻഡ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. SQ എത്രയാണ്, SP എത്രയാണ്, AQ എത്രയാണ്, AP ചിലതൊക്കെ തന്നിരിക്കും ഡയറക്റ്റ്ലി, ചിലതൊന്നും തരത്തില്ല ഡയറക്റ്റ്ലി. അപ്പം നിങ്ങൾ ചിന്തിച്ച് ലോജിക്കലി ചിന്തിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഞാൻ തന്നിട്ടുണ്ട് SQ 100 കിലോഗ്രാം, SP എന്ന് പറയുന്നത് ₹3 per kg, AQ എന്ന് പറയുന്നത് 110 കിലോഗ്രാം, AP എന്ന് പറയുന്നത് ₹3.20 per kg. ഈ ക്വസ്റ്റ്യനിലെല്ലാം ഈ എക്സാമ്പിളിലെല്ലാം ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതായത് എങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 കിലോഗ്രാമാണ് നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തത് 3 രൂപ വെച്ച്. 300 രൂപയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റ്. ആക്ച്വലി എന്ത് സംഭവിച്ചു, 110 kg ഉപയോഗിച്ചു. എത്ര രൂപ വെച്ചാണ് അത് പർച്ചേസ് ചെയ്തത്, 3.20. അപ്പോൾ നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്രയായി, 352. സോ ദ ഡിഫറൻസ് കെയിം ടു വേരിയൻസ്. ഡിഫറൻസാണ് വേരിയൻസ് എന്ന് പറയുന്നത്. വേരിയൻസ് എത്ര രൂപയുടെ വേരിയൻസ് ഉണ്ട്, 52 രൂപ. ഫേവറബിൾ ആണോ അഡ്വേഴ്സ് ആണോ, 300 രൂപയെ കോസ്റ്റ് ആവുള്ളൂ എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എത്ര രൂപയായി, 352. കോസ്റ്റ് കൂടിയാൽ അത് അഡ്വേഴ്സ് ആണ്, കോസ്റ്റ് കുറയുവാണെങ്കിൽ ഫേവറബിൾ, അല്ലെങ്കിൽ നെഗറ്റീവ് സിമ്പിൾ വന്നാൽ അഡ്വേഴ്സ് ആണെന്ന് ഓർത്താലും മതി. ഇതാണ് കുറച്ചുകൂടെ നല്ലത്. കോസ്റ്റ് 300 നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത്, അതിലും കൂടി. കോസ്റ്റ് കൂടിയാൽ അഡ്വേഴ്സ്. എത്ര രൂപയുടെ അഡ്വേഴ്സ് ഉണ്ട്, 52 രൂപയുടെ അഡ്വേഴ്സ് വേരിയൻസ്. ഇനി ഇതിനെ അനലൈസ് ചെയ്യണം. എന്തുകൊണ്ട് ഈ 52 രൂപ വേരിയൻസ് വന്നു, അവിടെയാണ് എന്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് വരാനുള്ള റീസൺ ഒന്ന് ഈ പ്രൈസിലുണ്ടായ വേരിയൻസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ യൂസേജ് മീൻസ് ക്വാണ്ടിറ്റിയിലുണ്ടായ വേരിയൻസ് ആവാം. അതാണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഈ 52 എന്ന് പറഞ്ഞ വേരിയൻസ് എങ്ങനെ വന്നു, എവിടെ നിന്നൊക്കെ വരാം. ഒന്ന് ഈ പ്രൈസിൽ നിന്നുണ്ടാവുന്ന വേരിയൻസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ യൂസേജിൽ നിന്നുണ്ടാവുന്ന വേരിയൻസ് ആവാം. ഓക്കെ, പ്രൈസിൽ നിന്നുണ്ടാവുന്നതാണോന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. പ്രൈസ് വേരിയൻസ്. അപ്പോൾ എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ വേരിയൻസ് ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞു എപ്പോഴും നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാവുള്ളൂ, സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. പ്രൈസ് വേരിയൻസ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യണം, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇതാണ് ഫോർമുല, സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. കാരണം ഇത് ഏത് വേരിയൻസ് ആണ്, പ്രൈസിലുണ്ടാവുന്ന വേരിയൻസ് ആണ്. അപ്പോൾ പ്രൈസിൻ്റെ ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങുമെന്നാണ് കരുതിയിരുന്നത്, 3 രൂപയ്ക്ക് വാങ്ങാമെന്നായിരുന്നു കരുതിയത്. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസ് ഫോർ 1 kg യൂസ് ചെയ്യാവുള്ളൂ, അല്ലാതെ എല്ലാത്തിൻ്റെയും കൂടെ പ്രൈസ് ഉപയോഗിക്കരുത്. എപ്പോഴും ഓർത്തോണം, പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ. ഇവിടെ പെർ യൂണിറ്റ് ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെർ kg ആണ്. പ്രൈസ് പെർ kg 3 ആണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആക്ച്വൽ പ്രൈസ് 3.20. അതായത് 20 പൈസയുടെ ഡിഫറൻസ് വന്നു. കോസ്റ്റ് കൂടുകയല്ലേ ചെയ്തത്. അതുപോലെ എത്ര യൂണിറ്റ്സിന് വേരിയൻസ് ഉണ്ടാവും, 110. 100 യൂണിറ്റ്സിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ എത്ര യൂണിറ്റ്സ് ഉപയോഗിച്ചു, 110 യൂണിറ്റ്സ്, അതായത് 110 കിലോഗ്രാം നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ ഓരോ യൂണിറ്റിനും 20 പൈസയുടെ വ്യത്യാസം വെച്ച് വരത്തില്ലേ. അതുകൊണ്ടാണ് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര രൂപയുടെ വേരിയൻസ് വന്നു, 22 രൂപയുടെ അഡ്വേഴ്സ് വേരിയൻസ്. അഡ്വേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ, 3 മൈനസ് 3.20. 3 രൂപ എന്നുള്ള കോസ്റ്റിൽ നിന്നും പ്രൈസിൽ നിന്നും കൂടുതലായി. അതുകൊണ്ടാണ് അഡ്വേഴ്സ് വേരിയൻസ്. നെഗറ്റീവ് ഫിഗറാണ് വരുന്നത് അഡ്വേഴ്സ് വേരിയൻസ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 52 രൂപ എന്ന് പറയുന്ന വേരിയൻസിൽ 22 എന്ത് മൂലമുണ്ടായതാണ്, പ്രൈസിലുണ്ടായ വേരിയൻസ് മൂലമാണ് 22 രൂപയുടെ വേരിയൻസ് ഉണ്ടായത്. 52-ൽ 22 രൂപയുടെ വേരിയൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത്, പ്രൈസിലുണ്ടായ വേരിയേഷൻ കൊണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് വേരിയൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്യുന്നത്, പ്രൈസ് വേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത് ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, സ്റ്റാൻഡേർഡും ആക്ച്വലും. അപ്പോൾ പ്രൈസ് ആയതുകൊണ്ട് എന്ത് തമ്മിലുള്ളതാണ്, സ്റ്റാൻഡേർഡ് പ്രൈസും ആക്ച്വൽ പ്രൈസും. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. അതായത് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത്ര ആക്ച്വൽ ക്വാണ്ടിറ്റിക്ക് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. ഇത് മറക്കരുത്. ഓക്കെ, ഇപ്പോൾ 22 രൂപയുടെ കണ്ടെത്തിയോളൂ. ഇനി ഒരു ടൈപ്പ് ഓഫ് വേരിയൻസും കൂടെ വരാമല്ലോ. ഏതാ, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലുണ്ടായ വ്യതിയാനം, അതാണ് യൂസേജ്. അപ്പോൾ ക്വാണ്ടിറ്റി, ഇപ്പോൾ യൂസേജ് വേരിയൻസ് അങ്ങനെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തമ്മിലുള്ള ഡിഫറൻസാണ്, സ്റ്റാൻഡേർഡും ആക്ച്വലും. ഇവിടെ എന്തിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, യൂസേജ് മീൻസ് ക്വാണ്ടിറ്റി. അപ്പോൾ എന്ത് ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിലുണ്ടായ വേരിയൻസ് ആയതുകൊണ്ടാണ് എങ്ങനെ മൈനസ് ചെയ്തത്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്.
അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് ടോട്ടൽ വേണമെന്ന് കരുതിയിരുന്നത്? 100. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 100. പക്ഷെ നമ്മൾ എത്ര ഉപയോഗിച്ചു? 110 ക്വാണ്ടിറ്റി ഉപയോഗിച്ചു. കൂടുതൽ ഉപയോഗിച്ചാൽ അഡ്വേഴ്സ് ആണ്. 100 മൈനസ് 110 എന്ന് പറഞ്ഞാൽ -10 അല്ലേ വരുന്നത്, ഇൻറ്റു സെല്ലിംഗ് സ്റ്റാൻഡേർഡ് പ്രൈസ്. എത്ര രൂപ ആണ് അത്? അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഉണ്ടായ വേരിയൻസ് 3 രൂപ വെച്ചുള്ള വേരിയൻസ് വരത്തില്ല. സ്റ്റാൻഡേർഡ് പ്രൈസ് ഇത്രയും 3 രൂപ ആകുമെന്നാണ് വിചാരിച്ചിരുന്നത്. അത്രമാത്രം വേരിയൻസ് ഉണ്ടായി. സോ 30 10 ഇൻറ്റു 3 ദാറ്റ് ഇസ് 30. അതും അഡ്വേഴ്സ് വേരിയൻസ് ആണ്. 30 രൂപ എങ്ങനെ ഉണ്ടായ വേരിയൻസ് ആണ്? ക്വാണ്ടിറ്റിയിൽ നിന്നുണ്ടായ വേരിയൻസ്. അങ്ങനെ 52 രൂപയായല്ലോ. സോ 52 രൂപ എങ്ങനെ വന്നെന്ന് നിങ്ങൾ അനലൈസ് ചെയ്ത് 52-ൽ 22 എന്ത് മൂലം ഉണ്ടായ വേരിയൻസ് ആണ്? മെറ്റീരിയലിൻ്റെ പ്രൈസിൽ മാറ്റം വന്നുകൊണ്ടുണ്ടായ വേരിയൻസ്. പിന്നീട് ബാക്കി 30 എങ്ങനെ ഉണ്ടായ വേരിയൻസ് ആണ്? ക്വാണ്ടിറ്റിയിൽ വന്ന വ്യത്യാസം. ഓക്കെ, 100 ക്വാണ്ടിറ്റി ഉപയോഗിക്കണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിച്ചു? 110 ക്വാണ്ടിറ്റി ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് 3 വെച്ചല്ലേ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത്രയും വേരിയൻസ് ഉണ്ടായില്ലേ. അതായത് 10 കിലോഗ്രാമിന് 3 രൂപ വെച്ച് വേരിയൻസ് ഉണ്ടായി. അപ്പോൾ ഇതാണ് ഫോർമുല, മറന്നുപോകല്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ വേരിയൻസിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ 2 ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? മെറ്റീരിയൽ പ്രൈസ് മൂലം ഉണ്ടാവാം വേരിയൻസ്, അല്ലെങ്കിൽ യൂസേജ് മൂലം ഉണ്ടാവാം വേരിയൻസ്. ഇപ്പോൾ പ്രൈസ് മൂലമാണെന്നുണ്ടെങ്കിൽ പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. യൂസേജ് ആണെന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റിയിലുണ്ടായ വ്യതിയാനം. അപ്പോൾ എങ്ങനെ വരും? എപ്പോഴും വേരിയൻസ് കണ്ടുപിടിക്കുക സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണെന്ന് ഓർത്ത് വെക്കണം, തിരിച്ചെഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ നമുക്ക് കോസ്റ്റിലുണ്ടായ വേരിയൻസ് കിട്ടും. വെരിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും യൂസേജ് വേരിയൻസും കൂടെ കൂട്ടിയാൽ മതി. ഇവിടെ പ്രൈസ് വേരിയൻസ് എന്ന് പറയുന്നത് -22 ആയിരുന്നു, അഡ്വേഴ്സ് ആയതുകൊണ്ട്. പ്ലസ് യൂസേജ് വേരിയൻസ് എന്ന് പറയുന്നത് -30. -22 പ്ലസ് -30 വിൽ ബി -52. 52 അഡ്വേഴ്സ് വേരിയൻസ്. അത് തന്നെയാണല്ലോ. നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. അതിന് 2 സബ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസും മെറ്റീരിയൽ യൂസേജ് വേരിയൻസും. അത് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു പാർട്ടും കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഇത് ഒത്തിരി ലെങ്തി ആയിപ്പോയി. ഓക്കെ, പിന്നീട് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന വേരിയബിൾസാണ് SQ അറിയണം, SP അറിയണം, AQ അറിയണം, AP അറിയണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസും അതിനകത്ത് വരുന്ന MPVയും MUVയും കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കി വെക്കണം. ഇത് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രീഡിറ്റർമിൻ ക്വാണ്ടിറ്റിയാണ്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനെല്ലാം കൂടെ എത്ര മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വരുന്നു, അതാണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. പിന്നെ ഇത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഓൾ ദി ഫിനിഷ് പ്രോഡക്റ്റ്. പിന്നീട് പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് പെർ kg അല്ലെങ്കിൽ പ്രൈസ് പെർ ലിറ്റർ, അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. പ്രീഡിറ്റർമിൻ പ്രൈസും വേണം, ആക്ച്വൽ പ്രൈസും വേണം. എല്ലാ കേസിലും വേരിയേഷൻ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കും ആക്ച്വലും. അപ്പോൾ എന്ത് എഴുതാം? ദർ ഇസ് നോ വേരിയൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ലെങ്തി ആയതുകൊണ്ട് ബോറായിട്ട് ഫീൽ ചെയ്യരുത്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൻ്റെ 2 സബ് ഡിവിഷൻ ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.